ഇന്നലെ രാത്രി മഹാരാഷ്ട്രയിൽ നിന്നും തലശ്ശേരിയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന വ്യാപാരി കുടുംബത്തിന് നേരെയാണ് അക്രമം ഉണ്ടായതെന്നതാണ് പരാതി. ആദ്യഘട്ടത്തിൽ കരിവള്ളൂരിനും പയ്യന്നൂരിനും ഇടയിൽ വെച്ച് ഒരു സംഘം ആളുകൾ അവരുടെ വാഹനത്തെ പിന്തുടരുകയും പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകളെ പുറത്താക്കുകയുമായിരുന്നു. പിന്നീട് പിലാത്തറയിലെ ആളൊഴിഞ്ഞ മേഖലയിലേക്ക് എത്തിച്ച് വാഹനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പരിശോധന നടത്തി 30 പവനോളം സ്വർണം അവർ കവർന്നു എന്നതാണ് പറയുന്നത്. ഈ കുടുംബം സ്വർണം ഉരുക്കി വിൽപ്പന നടത്തുന്ന ഒരു കുടുംബമാണ്, വ്യാപാരികളാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി അവർ സൂക്ഷിച്ചിരുന്ന സ്വർണം ഈ രീതിയിൽ 240 ഗ്രാം അല്ലെങ്കിൽ 30 പവൻ സ്വർണം കവർന്നു എന്നതാണ് അവർ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം അന്വേഷണം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കവർച്ച നടത്തിയതിൽ ഒരാളുടെ നിന്ന് സംശയിക്കപ്പെടുന്ന രക്തക്കറയടക്കം വാഹനത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ കണ്ണൂരിൽ വ്യാപകമായി നമ്മൾ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കുറിച്ചൊക്കെ തന്നെയുള്ള വാർത്തകൾ നിരവധിയായി കണ്ടതാണ്. ഇനി അത്തരത്തിലുള്ള ഒരു സംഘത്തിന്റെ സാന്നിധ്യമാണോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു നാടകമാണോ എന്നുള്ള കാര്യത്തിലടക്കം ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. ഇനി അതിനെല്ലാം ഉത്തരം നൽകേണ്ടത് പോലീസിന്റെ അന്വേഷണ സംഘമാണ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഇടപെടലാണെങ്കിൽ കുടുംബം പോലും ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനൊരു വ്യാപാരി കുടുംബത്തിന് നേരെ ഒരു അക്രമം ഉണ്ടാകുന്നു എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉയർന്ന സമയത്ത് അവർക്കിടയിൽ നിന്ന് പോലും ഈ രീതിയിൽ ചില ആളുകൾ ചില രഹസ്യ വിവരങ്ങൾ ചോർത്ത് നൽകാൻ ഉണ്ടാകുമോ എന്നുള്ള സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഫോൺ കോളുകളും ടവർ ലൊക്കേഷനുകളും അടക്കം കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണ സംഘം മുന്നോട്ടേക്ക് പോകുന്നത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.